എന്താ ബ്രോ ഇത്? ഡ്രിങ്ക്സ്. നോ ബ്രോ, ഞാൻ ഫോറിൻ ഡ്രിങ്ക്സ് മാത്രമേ കഴിക്കൂ. ഇതൊന്നും എനിക്ക് ഫോറിൻ ഡ്രിങ്ക്സ് ഒക്കെ ഇത് വെച്ചല്ലേ ഉണ്ടാക്കുന്നേ? ആണോ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ബ്രോ? അതിനെപ്പറ്റി ഇനിയിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്ക. ഓൺ ദ വേ ലോങ് ട്രീസ് കണ്ടില്ലേ? ദാറ്റ് പ്രൊവൈഡ്സ് മിൽക്ക്. മിൽക്കോ എന്ന് പറഞ്ഞാൽ ഈ ഐസ് മിൽക്ക്, മലയാളത്തില് കള്ളെന്ന് പറയും. ശരി, ഗെറ്റ് മീ ടു ഐസ് ക്യൂബ്സ്. ഐസ് ഞാൻ ഏത് ഇത്രയും പ്രായമായിട്ട് ഒരു കോപ്പ് പറയാൻ പാടില്ല. എന്താ ബ്രോ? ഈ നാട്ടിൽ ഐസ് ഒന്നും കിട്ടില്ല ബ്രോ. ഐസ് വെക്കുന്നത് ഇവിടെ ചത്ത മീന്റെ ശരീരത്തിലാ. അടിക്കാൻ അങ്ങോട്ട്. ബ്രോ, ഇത് ശരിക്കും ഡിഫറെന്റ് ആണ് ബ്രോ. നിനക്ക് വല്ല ജീരകവെള്ളം വേണം വാങ്ങിച്ചോണ്ട് വന്ന് തരാൻ. ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. വേണ്ടെങ്കിൽ തന്നെങ്കിൽ ഞാൻ കുടിച്ചോളാം. നോ ബ്രോ, ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ ബ്രോ ഇത്? 4 days ബ്രോ. 4 days ലൈഫ് മൊത്തം ചേഞ്ച് ആയില്ലേ? ഒരു വശത്ത് പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്നു, മറ്റൊരു വശത്ത് പൈസ തന്നിട്ട് എടുത്തോ എന്ന് പറയുന്നു. എന്താ ബ്രോ ഇതൊക്കെ? ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. കുറെ ബന്ധുക്കള്, അറിയാത്ത ആൾക്കാര്, മനസ്സിലാവുന്നില്ല എനിക്കൊന്നും. ചിലര് വീട്ടിൽ കയറ്റി ഭക്ഷണം തരുന്നു, കുറെ പേര് നമ്മളെ ഓടിക്കുന്നു. മൈ ഡാഡ് ഈസ് ഗ്രേറ്റ് ബ്രോ. ഫുഡില്ല, ബെഡില്ല. ഇതൊക്കെ എന്ത് കണ്ടീഷൻസാ ബ്രോ? ടൂ മച്ച് മോസ്കിറ്റോസ് ബൈറ്റിംഗ് ബ്രോ. ഇന്ത്യയിൽ ആവശ്യത്തിലധികം കൊതുകൾ ഉണ്ടെന്നേ. നാട്ടിലേക്ക് പോകുമ്പോഴേ ഇവിടെ നിന്ന് ആവശ്യത്തിന് വിളിച്ചോണ്ട് പോക്കോ കൂടെ. ബ്രോ, ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണ്ടേ ബ്രോ? എന്താന്ന്, എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ലേ? ആവശ്യമില്ലാതെ നിന്റെ കൂടെ വലിഞ്ഞേറി വന്നു. മര്യാദയ്ക്ക് എന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇരുന്നാ മതിയായിരുന്നു. കുറച്ചെങ്കിലും സമാധാനം കിട്ടിയാനെ. റോഡ് അവസാനിക്കുന്ന എവിടെയാണോ അവിടെയും വരെ നമ്മൾ പോകും. റോഡ് അവസാനിക്കുന്നവരെ പോകും നമുക്ക്. റോഡ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? ബ്രോ, നിനക്ക് സത്യമായിട്ട് എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ലേ? അതെ ചേട്ടാ, ഈ ധൃതി വെച്ച് എങ്ങോട്ടേ പോകുന്നേ? നാട്ടിൽ ഏതെങ്കിലും ഒരു ഐറ്റം വന്നാൽ നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ടാവും. ഐറ്റോ? ഐറ്റം എന്ന് പറഞ്ഞാ എന്താ? അതൊക്കെ നിനക്ക് പറഞ്ഞുതരാൻ കുറെ സമയം എടുക്കും. നല്ല കിടിലായിരിക്കും. ബ്രോ ഒന്ന് നിർത്തി അവിടെ ചോട്ടി. അതെ അനിയ, അതെ, എനിക്കൊരു അഡ്രസ് ഒന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞു തരും. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ പേരമ്പൂരത്തില്ലേ? അപ്പൊ ഇതിലെയാ? ഇതിലാണ് പൊക്കോ, വണ്ടി എടുക്ക്. എക്സ്ക്യൂസ് മീ. അല്ല, പേരമ്പൂർക്ക് ഈ വഴിയെ പോണെന്നല്ലേ പറഞ്ഞേ? എന്നാ ആര് പറഞ്ഞു? താനല്ലേ പറഞ്ഞേ ഈ വഴിയാ പോണ്ടേ? അതിലേ? അല്ല, അവിടെ ഒരു അപ്പാപ്പൻ ഇതിലേ പോയാൽ മതി. അല്ലല്ല, പോലെ ചിലപ്പോ തെറ്റിച്ച് പറഞ്ഞായിരിക്കും ചേട്ടാ. ഇവിടെ നേരെ പോയിട്ടെ ഈ റൂട്ട് തന്നെ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 4 കൂടി ജംഗ്ഷൻ കാണും. അവിടെ നിന്ന് പിന്നെയും ലെഫ്റ്റ് എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്രാമം കാണും. അവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ സൺഗ്ലാസ് ഹെൽമെറ്റ് ഒക്കെ വെക്കുന്ന കട കാണും. നിങ്ങൾ ഹൈറ്റ് ഉള്ള ആൾ. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാളല്ലേ? അതെ, അദ്ദേഹം എന്റെ അമ്മാവനാ. പിന്നെ അവിടെ നേരെ തന്നെ പോയി കഴിഞ്ഞാ നിന്റെ മാമന് മോളുണ്ടാ? ആ കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്റെ അമ്മായി സമ്മതിച്ചു, പക്ഷെ അമ്മാവൻ സമ്മതിക്കുന്നില്ല. അതൊന്നും ഒരു പ്രശ്നമാവില്ല ബ്രോ. എന്റെ പൊന്നു അഡ്രസ് അല്ല. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നത്തെ റൈറ്റ് എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ പറയുന്ന ഈ സ്ഥലം. ഓക്കെ, താങ്ക് യു. ആദ്യം റൈറ്റ്. അവൻ പറഞ്ഞ റൂട്ടിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല ബ്രോ, അവന്റെ കണ്ണ് കണ്ട് അറിഞ്ഞോളൂ സത്യം ഒന്ന്. അവൻ കറക്റ്റ് വഴി തന്നെ പറഞ്ഞു തന്നെ. അവന്റെ മാമന്റെ വീട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഫിൽമാൻ, അവിടെ എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഞാനും വരാം. ആരെങ്കിലും ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്? ഇപ്പൊ വരും. കുറെ രക്തം പോയിട്ടുണ്ടല്ലോ. അതെ, ആരെങ്കിലും ഒരു തുണി. ഫോൺ ചെയ്തിട്ട് എത്ര നേരമായി? ഹലോ, ഇല്ല ചേട്ടാ, ഇല്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടി പോയി.
അതെ പോലീസ് കേസ് ആവുന്ന പേടിച്ചിട്ട് ആരും ഓട്ടോ നിർത്തുന്നില്ല. ഇല്ല ഒന്നുമില്ല, ദേ വണ്ടി പോരും. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ആംബുലൻസ് വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുക. മാറ് ഇവിടെ പതുക്കെ എണീക്കണേ. സൂക്ഷിച്ച് എടുത്തു. നീ ഇവിടെ കയറിയോ, ഞാൻ ഫ്രണ്ടിൽ കയറാം. സൂക്ഷിച്ച്. കാല് പതുക്കെ. ബ്രോ നീ ബ്രോ എന്താ ബ്രോ എന്താ പറ്റിയേ ബ്രോ? ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അല്ല ബ്രോ, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ ബ്രോ. 25 മിനിറ്റുകൾക്ക് മുമ്പ് അവരൊക്കെ ആരാ ബ്രോ? ഒരു പരിചയമില്ല, പക്ഷെ എന്റെ കൈ കിടന്നവര് മരിച്ചത്. എന്റെ കൈ വെച്ച് അവർ കണ്ണടച്ചത്. എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നേ? തെറ്റെന്റെ ഭാഗത്തില്ലെന്നറിയാം, പക്ഷെ എന്റെ കൈ കൊണ്ട് കൊന്നതുപോലെ എനിക്ക് തോന്നുന്നേ. ജീവൻ രക്ഷിക്കാൻ പറഞ്ഞവര് കെഞ്ചുമായിരുന്നില്ലേ ബ്രോ? എന്റെ കൈ പിടിച്ചവർ അപേക്ഷിക്കായിരുന്നു ബ്രോ. എന്റെ ഉള്ളിലുള്ള കുറ്റബോധം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിനിപ്പം നീ എന്ത് ചെയ്തിട്ടാ? അവർക്ക് സമയമായി, അവര് പോയി. അവരുടെ മരണത്തിൽ വിഷമിക്കുന്നതിനേക്കാളും നിനക്കിങ്ങനൊരു മാറ്റം ഉണ്ടായാലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സത്യമായിട്ടും ഞാനതൊന്നും വിചാരിച്ചല്ല. നീ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയതല്ല. ഇവിടെ എന്തിനാ ബ്രോ നിർത്താൻ പറഞ്ഞേ? ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ? അതല്ല ബ്രോ, ഈ ഏരിയ എനിക്ക് നല്ല കണ്ടുപരിചയമുള്ളതുപോലെ. ഡാഡി എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? ബ്രോ നീ ഇങ്ങോട്ടാ പോന്നെ? ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സ് ഏട്ടാ. എക്സ്ക്യൂസ് മീ. സർ, ഇയാളെ ഡോക്ടറിനെ അന്വേഷിച്ചു വന്നു. ഹലോ ഡോക്ടർ. ഹായ്.
ആദിത്യ. ആ പറഞ്ഞോളൂ. ഡോക്ടറുടെ എത്ര നാളെ സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 26 വർഷമായിട്ട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഏകദേശം 2 തവണ ഞങ്ങൾ ക്യാമ്പ് വയ്ക്കാറുണ്ട്. ഓക്കെ. അല്ല താനെന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ? ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തോ പണ്ട് കണ്ട പരിചയമുള്ള പോലെ. എൻ്റെ ഡാഡി ഇങ്ങോട്ടേക്ക് എന്നെ പറഞ്ഞു വിട്ടു. ഡാഡിന്റെ പേര് സൂര്യനാരായണ വർമ്മ. അദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക്? സൂര്യ മോനെ, നീ അദ്ദേഹത്തിന്റെ മോനാണോ? എൻ്റെ ഡാഡിന്റെ ചേട്ടൻ അറിയോ? പിന്നെ അറിയാതിരിക്കൂ. കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ആദ്യം ഇതുപോലെ ക്യാമ്പ് വെച്ചപ്പോ ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞാ ഇവൻ. ഓർമ്മ കിട്ടുന്നുണ്ടോ? ആ ഇപ്പൊ ഓർമ്മ വന്നു. ജനിച്ചപ്പോഴേ ഇവന്റെ അമ്മ മരിച്ചു. 100 അമ്മമാരുടെ പാല് കുടിച്ച് വളർന്നവനാ ഇവൻ. നമ്മുടെ ആദിത്യ മോനാ ഇത്. ഡോക്ടർ, സോറി സർ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കുട്ടിയെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അത്രയും പരിശ്രമിച്ചിട്ടും അമ്മയെ ഞങ്ങൾക്ക് വി ആർ വെരി സോറി. നിന്റെ മുഖം കണ്ടിട്ടും അദ്ദേഹം മനസ്സൊന്ന് ഒരുപാട് നേരം കരഞ്ഞടാ മോനെ.